ഓൾ വെൽക്കം ടു ടീം ആൻഡ്രൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നവംബർ 2025 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പ്രധാനമായിട്ടും 7 പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് നവംബറിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഡേറ്റും എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പ്രധാനമായിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് ആണ് പറയാനായിട്ട് പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? BSF കോൺസ്റ്റബിൾ GD സ്പോർട്സ് കോട്ട. നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/11/2025 വരെയാണ്. ഓഫ്ലൈനായിട്ടാണ് ഇത് ആപ്ലിക്കേഷൻ മോഡ് വരുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് 4/11/2025 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ ഉള്ള ഒരാൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഒരു ഇന്ത്യൻ നാഷണാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഫൈനലി നിങ്ങൾക്ക് മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും. സോ ഇത്രയുമാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് TA റാലി, അതായത് TA റാലിയുടെ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. സോൾജിയർ, അതായത് ട്രേഡ്സ്മെൻ്റെ ആണ്. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് എന്താണ് റാലി അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത് നവംബർ 27-28 തീയതികളിലാണ്. സോ ഈ ഒരു റാലി നിങ്ങൾ മിസ് ചെയ്യരുത്, കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇതിനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെയാണ്. പ്രധാനമായിട്ടും എന്താണ് ബോയ്സിന് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട്, അതായത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ നിങ്ങൾ 18 വയസ്സിനും 42 വയസ്സിനും ഇടയിലുള്ള ഒരു മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റാലി അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ടീം ആൻഡ്രൺ എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഫുൾ ഡീറ്റെയിൽസ് ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21/11/2025 വരെയാണ്. സോ നിങ്ങൾക്ക് 21/11/2025 വരെ എന്താണ് RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലേക്ക് വന്ന ജോബ് വേക്കൻസി ആണ്. സോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നിങ്ങളുടെ ഏജ് 18 വയസ്സിനും 33 വയസ്സിനും ഇടയിലായിരിക്കണം. സോ ഈ ഒരു വയസ്സിലുള്ള ഏതൊരാൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇതിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് 5000-ൽ പരം വേക്കൻസി, അതായത് ടോട്ടൽ 5810 വേക്കൻസിയാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. സോ നിങ്ങളത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ ടെക്നിക്കൽ എൻട്രി സ്കീം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ആയത് ഒക്ടോബർ 14-നായിരുന്നു. ഒക്ടോബർ 14, 2025 ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ആയത്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് നവംബർ 13, 2025 വരെയാണ് ഉള്ളത്. സോ നിങ്ങൾക്ക് എന്താണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്. നവംബറിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ആണിത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 16 വയസ്സിനും 19 വയസ്സിനും ഇടയിലാണ്. 16 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള ഒരു അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഗ്രൂപ്പ് സിൻ്റെ, അതായത് സിവിലിയൻ പോസ്റ്റാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഗ്രൂപ്പ് സിയുടെ സിവിലിയൻ പോസ്റ്റിലേക്കുള്ള വേക്കൻസി ആണ്. ഇതിൽ ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 23-നായിരുന്നു നോട്ടിഫിക്കേഷൻ, അതായത് ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയത്. നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 6, 2025 വരെ ഉണ്ട്. ഡിസംബർ 6, 2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. സോ ഈ പോസ്റ്റിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. സോ അത്രയാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ, അതായത് നവംബറിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ആർമി ഗ്രൂപ്പ് സിയുടെ മിലിറ്ററി കോളേജ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ, ഇതിൽ ധാരാളം പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിലെല്ലാം വളരെയധികം വേക്കൻസിയും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 25 ഒക്ടോബർ 2025-നാണ്. അതുപോലെ തന്നെ ഈ ഒരു
ആപ്ലിക്കേഷൻ്റെ അതായത് ലാസ്റ്റ് ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 14, 2025 വരെയാണ്. സോ നവംബർ 14 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മിലിറ്ററി കോളേജ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോസ്റ്റും ഇതിൽ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇത്രയുമാണ് വരുന്നത്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് RRB NTPC അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അതായത് +2 യോഗ്യത ഉള്ള ഏതൊരാൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 28/10/2025 28/10/2025 ഇതിൻ്റെ ഓപ്പൺ ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ആവുന്നത് 27/11/2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ടോട്ടൽ പോസ്റ്റ് എന്ന് പറയുന്നത് 4 പോസ്റ്റാണ്. പ്രധാനമായിട്ടും 4 പോസ്റ്റിലേക്കാണ് ഇതിൽ വേക്കൻസി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 3058 വേക്കൻസി നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇത്രയുമാണ് വരുന്നത്. നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും തന്നെ നിങ്ങൾ മിസ് ചെയ്യാനായിട്ട് പാടില്ല. ഇതിലേക്കെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്കൊരു ജോബ് നേടാനുള്ള ഒരു വളരെ വലിയൊരു അവസരമാണിത്, ഒരിക്കലും മിസ് ചെയ്യരുത്. സോ ഇത്രയും കാര്യങ്ങളാണ് അതായത് ഈ നവംബറിൽ വന്ന നോട്ടിഫിക്കേഷൻ, ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ എല്ലാ നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ പ്രത്യേകം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്യുക. നിങ്ങൾക്കായിട്ട് നമ്മുടെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ 2 പ്ലാറ്റ്ഫോംസ് റൺ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ ടെലഗ്രാം ചാനലാണ്, ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി എന്നാണ് ടെലഗ്രാം ചാനലിന്റെ പേര്. ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ ലൈവ് ക്ലാസിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും ഈ ഒരു ചാനൽ വഴി പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മുടെ വാട്സപ്പ് ചാനലാണ്, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്. ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആവുന്ന ഒരു ചാനലാണ്. ഈ ഒരു ചാനൽ വഴി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PDF എല്ലാം കറക്റ്റ് ടൈമിന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ എല്ലാ ആപ്ലിക്കേഷൻ്റെയും PDF-ഉം അതുപോലെ തന്നെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഡിഫൻസ് റിലേറ്റഡോ അല്ലെങ്കിൽ അഡ്മിഷൻ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.